ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അപ്പോൾ ഓർഗൻഡി സാരീസ് നമ്മൾ കൂടുതൽ കാണുന്നത് വൈറ്റ് ഷെയ്ഡ്സ് ആണ് ഓർഗൻഡിയിൽ കാണുന്നത്, അല്ലെങ്കിൽ വളരെ പാസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കാണുന്നത്. അപ്പോൾ അതിലത്തെ എന്തൊക്കെ ഷെയ്ഡ്സ് ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. എല്ലാവർക്കും അറിയത്തില്ല എന്തോരം ഷെയ്ഡ്സ് ഓർഗൻഡിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസിൽ 5-6 കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം, ഏതൊക്കെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുള്ളേ എന്നുള്ളത്. അപ്പം ഇതാണ് ആദ്യത്തെ ഒരു കളറ്. ഇതൊരു ബേബി പിങ്ക് കളറാണ്, തീരെ ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള പിങ്കാണ്. അതിൻ്റെ തന്നെ ഒരു പൊടി കൂടുതലായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്, കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡ്. ഈ ഓർഗൻഡി സാരി തന്നെ പല റേറ്റിലുള്ള ഓർഗൻഡി സാരീസ് ഉണ്ട്. മീറ്ററിന് 150 റുപ്പീസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 170, 190 ഉണ്ട്. 100 റുപ്പീസിന് കിട്ടുന്ന ഓർഗൻഡി സാരീസ് വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഈ കട്ടി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്, സ്റ്റാർച്ചിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്. പലതിനും പല റേറ്റിലുള്ള മെറ്റീരിയലിൻ്റെയും കട്ടിക്ക് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചും കൂടെ നല്ല കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കട്ടി കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ റേറ്റിനും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്. ഇതൊരു 190 റുപ്പീസിൻ്റെ ഓർഗൻഡി സാരിയാണ്. പെർ മീറ്റർ 190 റുപ്പീസ് വരും. ഇത് അന്നേരം വരുമ്പോൾ 150 ഉള്ളൂ ഇതിൻ്റെ മീറ്റർ റേറ്റ്. അതിൻ്റെ വ്യത്യാസം അത് നമ്മുടെ തുണി പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കട്ടിക്ക് നമുക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. ഇത് 2 ഷെയ്ഡ് ഞാൻ ആദ്യം കാണിച്ചത്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ, ഒരു ഓഷ്യൻ ഗ്രീൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഗ്രീൻ കളറാണ്. ഓഷ്യൻ ബ്ലൂ അല്ല, ഓഷ്യൻ ഗ്രീൻ കളർ ഷെയ്ഡാണ്, അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് ഇത്. പിന്നെ വരുന്നത് സ്കൈ ബ്ലൂ കളർ പോലത്തെ ആ ഒരു ഷെയ്ഡ്. പിന്നെ ഇതൊരു ക്യാരറ്റ് പീച്ചിൻ്റെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡാണ് ഇത്, അല്ലെങ്കിൽ ലൈറ്റ് ഓറഞ്ച് എന്ന് പറയാം. പിന്നെ ഇത് ഞാൻ ഇതിനു മുമ്പൊന്നും കാണാത്ത ഒരു ഓർഗൻഡി ഷെയ്ഡാണ്, ഒരു ഗ്രേ കളർ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡാണിത്. ഇതൊക്കെയാണ് പ്ലെയിൻ ഓർഗൻഡി സാരീസ്. അപ്പം ഇത് എല്ലാ ആൾക്കാർക്കും കണ്ടിട്ടുണ്ടാവും, പ്ലെയിൻ ഓർഗൻഡി സാരിയാണ്. ഇത് ഒറ്റ സിംഗിൾ ഷെയ്ഡിൽ വരുന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഡബിൾ ഷെയ്ഡഡ് ഓർഗൻഡി സാരിയാണ്. അത് പൊതുവെ അധികം കോമൺ ആയിട്ട് ഉള്ളതല്ല. ഓർഗൻസയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പാർട്ടി വെയർ ആയിട്ടൊക്കെ ഓർഗൻസയിൽ ഡബിൾ ഷെയ്ഡായിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ മേളിൽ ഒരു ഷെയ്ഡ്, താഴത്തോട്ട് വേറെ ഷെയ്ഡ്. അതിപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കാം. വേണമെങ്കിൽ നമുക്ക് മേളിലോട്ടാക്കി ഡാർക്ക് ഷെയ്ഡ് മേളിലോട്ടും താഴത്തോട്ട് ലൈറ്റ് ഷെയ്ഡായിട്ടും നമുക്ക് ചൂസ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ടത് എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാമെന്നാണ്. വർക്ക് എവിടെയാണ് ഏത് സൈഡിലാണ് വേണ്ടതെന്ന് വെച്ചാൽ. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്, എനിക്കിപ്പോഴും ഡാർക്ക് ഷെയ്ഡ് താഴെയും മേളിൽ ലൈറ്റ് ഷെയ്ഡിലോട്ടും എന്ന് വെച്ചാൽ നമ്മൾ ഞെറിഞ്ഞു കൊടുക്കുമ്പോൾ പ്ലീറ്റ്സിൻ്റെയൊക്കെ മേളിൽ ലൈറ്ററും താഴെ ഡാർക്ക് ഷെയ്ഡും വരുന്നതാണ് എൻ്റെ ഒരു ചോയ്സ്. അത് ഓരോ ആൾക്കാർക്ക് മാറി മാറി വരും. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഫുൾ സാരിയിലും ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത്. ഇത് കഴുകുമ്പോൾ കളർ പോകും എന്നൊന്നും പേടിക്കേണ്ട. ഡൈ ചെയ്താണ്ടും ഇതിൻ്റെ കളർ ഫീഡ് ആവുമൊന്നുമില്ല, മിക്സപ്പ് ആവുമൊന്നുമില്ല. ഇത് ഒരു ഷെയ്ഡ് ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡായിട്ടുള്ളത്. അതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡാണ് ഇത്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് 2 ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ലൈറ്റ് ഓണിയൻ പിങ്കും അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഓണിയൻ പിങ്കും. അതാണ് ഓണിയൻ പിങ്കിൻ്റെ 2 ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഓർഗൻഡി സാരിയാണ്. ഡബിൾ ഷെയ്ഡായിട്ടുള്ള ഓർഗൻഡി സാരി മാർക്കറ്റിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത്രയും മെറ്റീരിയലിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞത് പലർക്കും ഈ ഓർഗൻഡി മെറ്റീരിയലിൽ ഏതൊക്കെ കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അറിയില്ലാത്തത് കൊണ്ട് കാണിച്ചതാണ് ആദ്യം. ഇനി ഈ ഒരു സാരിയിലാണ് നമ്മൾ ഇന്ന് എംബ്രോയ്ഡറി ചെയ്യാൻ പോണത്. അതിൻ്റെ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് ഇനി തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിസൈനിങ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനിങ് ആണ്. ഇതിൻ്റെ അകത്ത് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഈ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ 2 ഡിസൈൻ ഷോൾഡർ പ്ലീറ്റിൽ വരും. ഫ്രണ്ടിൽ വരുന്ന ഷോൾഡർ പ്ലീറ്റിൽ ഇതുപോലത്തെ 2 ഡിസൈനും, പിന്നെ മുന്താണിയിൽ ഒരു ഡിസൈനും, റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനുമാണ്
ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫ്ലവർ തയ്ക്കണ്ടേ എന്നുള്ളത് ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാരിയിൽ ഈ ഒരു ഡിസൈനാണ് നമ്മൾ തയ്ക്കുന്നതിൻ്റെ ഫോട്ടോ നമ്മൾ വീഡിയോയുടെ അവസാനം ഇടുന്നതായിരിക്കും ഈ ഡിസൈൻ്റെ ഫോട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. കുറേ സ്റ്റെംസാണ്, ഫ്ലവേഴ്സിനേക്കാളും കൂടുതൽ സ്റ്റെമ്മും ലീഫും ഉള്ള ഒരു ഡിസൈനാണ്. ഇച്ചിരി ലെങ്തി ആയിട്ട് ഒരു A4 സൈസിന് വലിപ്പമുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് നമ്മൾ മുന്താണിയിലും ഷോൾഡറിലൊക്കെ തയ്ക്കുന്നത്. പക്ഷേ നമ്മൾ റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈനാണ് തയ്ക്കുന്നത്. അത് ഇതാണ്, ഇത്രയാണ്. അപ്പോൾ ഇത് ഞാൻ തയ്ച്ച് കാണിച്ചു തന്നെ. ഇതുവരെ ബാക്കി മറ്റേ ഡിസൈനും തയ്ച്ചാൽ മതി. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമ്മൾ 2 ത്രെഡ്സാണ് യൂസ് ചെയ്യുന്നത്, 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്യുന്നത്. ആങ്കറിൻ്റെ ഗ്രീൻ 281ഉം അതുപോലെ തന്നെ ആങ്കറിൻ്റെ ഡബിൾ ഷെയ്ഡാണ്. ഇത് ബേബി പിങ്കും വൈറ്റും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ്. അതിൻ്റെ കോഡ് 1201 ആണ്. ഫ്ലവേഴ്സും സ്റ്റെംസും തയ്ക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. ലീവ്സ് മാത്രം 3 സ്ട്രാൻഡ്സിലാണ് തയ്ക്കുന്നത്. അതിപ്പോൾ 6 സ്ട്രാൻഡ്സിൽ തയ്ച്ചെന്ന് വെച്ചും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റെം തയ്ക്കാം. സ്റ്റെം തയ്ക്കാനായിട്ട് നമ്മൾ 6 സ്ട്രാൻഡ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റെം സാധാരണ എപ്പോഴും നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഇതിന് നമ്മൾ സ്റ്റെം സ്റ്റിച്ചിന് പകരം ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെം സ്റ്റാർട്ട് ചെയ്യുകയാണേ. സാധാ മെറ്റീരിയലിൽ തയ്ക്കുന്നേക്കാൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഈ സ്റ്റാർച്ച് ഇങ്ങനെ കൂടുതലായതുകൊണ്ട് നമ്മൾ കുത്തിയെടുക്കാനും താത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും ഓർഗൻഡിയിൽ. ഇതിങ്ങനെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ തയ്ച്ചു. ഇനി ഇപ്പോൾ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ തയ്ച്ചില്ലേ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേളിലായിട്ട് കേട്ടോ, അതിൻ്റെ എവിടെ നമ്മൾ താത്തി അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ പൊക്കുകയാണ്. മേളിൽ എൻഡിലല്ല, കുറച്ച് മുമ്പായിട്ടാണ് പൊക്കുന്നത്. എന്നിട്ട് ഇത്രയും ഡിസ്റ്റൻസ് തന്നെ ഇവിടെ ഇങ്ങോട്ടേക്ക് നമ്മൾ മേളിൽ കൂടെ തയ്ക്കുകയാണ്. ഇതാദ്യം റണ്ണിങ് സ്റ്റിച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ മേളിൽ കൂടെ തയ്ച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ ഒരുമിച്ച് തന്നെ തയ്ച്ചു പോവാം. ഇനി താഴെ, ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെയാണ് നമ്മൾ സ്റ്റെം തയ്ക്കുന്നത്. ഒത്തിരി നീളത്തിൽ തയ്ച്ചു പോയാൽ അതൊരു ഭംഗി ഉണ്ടാവില്ല. അടുപ്പിച്ചടുപ്പിച്ച് തന്നെ തയ്ക്കുക. ഇപ്പോൾ ഡിസൈൻ വരച്ചതിനേക്കാളും കുറച്ച് മാറിയാണ് നമ്മൾ സ്റ്റെം തയ്ക്കുന്നത്, ഒരു ലെയർ, മേളത്തെ ലെയർ. അപ്പം ആദ്യം ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുമ്പോൾ ആദ്യം സ്റ്റെം തയ്ച്ച് കഴിഞ്ഞിട്ട് ലീഫ് തയ്ക്കാമുള്ളൂ. അല്ലെങ്കിൽ ലീഫ് തയ്ച്ച് കഴിഞ്ഞിട്ട് സ്റ്റെം തയ്ക്കാൻ പോയാൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന കണ്ടോ, അപ്പോൾ അതിനെന്തെങ്കിലും ചിലപ്പോൾ മുട്ടി വരും. അപ്പം നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം സ്റ്റെം തയ്ച്ചാലേ പറ്റുള്ളൂ. ലീഫ് തയ്ക്കാനായിട്ട് ചേഞ്ചസ് വരുത്തണമെങ്കിൽ ആദ്യം തന്നെ ലീഫ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെം തയ്ക്കാൻ സ്പേസ് ഇല്ലാണ്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ സ്റ്റെം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞു. ഇനി ലീവ്സാണ്. ലീവ്സ് 3 സ്ട്രാൻഡ്സ് ഇട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അത് ഹെയർ ആൻഡ് ബോൺ ആണ് തയ്ക്കുന്നത്. ഹെയർ ആൻഡ് ബോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ടിപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിപ്പിൽ നിന്ന് എടുക്കുക, ക്രോസ് അങ്ങോട്ടേക്ക് ഒരു സൈഡിലോട്ട്, അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിലത്തെ ടിപ്പിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട്. 6 സ്ട്രാൻഡ്സ് ഇട്ട് വേണമെങ്കിലും തയ്ക്കാൻ, ഞാൻ 3 സ്ട്രാൻഡ്സ് എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളിപ്പോൾ തയ്ച്ചതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് മേലിലോട്ട് ഈ ഗ്യാപ്പ്, ഇതിൻ്റെ രണ്ടിൻ്റെ സെൻറ്ററിൽ നിന്ന് നടുക്കുന്ന ഇപ്പോഴത്തെ സൈഡിലോട്ട് അങ്ങനെ ക്രോസ് ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്ന ഹെയർ ആൻഡ് ബോൺ. സിക്സ് സ്റ്റാൻഡ്സ് ഇട്ട് തയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് ഫില്ല് ചെയ്ത് വന്നോളും. ഇതിപ്പോൾ 3 സ്റ്റാൻഡ്സ് ഉള്ളതുകൊണ്ടാണ് ആ ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ മറ്റേ ലീഫ് നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് വലിച്ചിട്ട് തന്നെ മറ്റേ ലീഫും ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ സൈഡിലോട്ട് നേരെ കൊണ്ടുപോയാൽ മതി. അപ്പം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ത്രെഡ് താഴത്തേക്കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണുന്നില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്.
അപ്പോൾ നമ്മൾ ലീഫും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്ലവർ പെറ്റൽസാണ്. ഫ്ലവർ പെറ്റൽസ് തയ്ക്കാനായിട്ട് വീണ്ടും നമ്മൾ 6 strands ആണ് എടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്റ്റിച്ച് തന്നെയാണ്, അതിനൊരിത്തിരി മോഡിഫിക്കേഷൻസ് വരുത്തി എന്നേ ഉള്ളൂ. ആദ്യം തന്നെ ഇങ്ങനെ എടുക്കുക. അപ്പം ഇത് ഓർഗൻഡി സാരിയിൽ തയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എന്താ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. അപ്പോൾ നമ്മൾ ലേസിയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ചോ ഒക്കെ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പൊക്കിയെടുക്കണം. അങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇച്ചിരി സ്റ്റിഫായതുകൊണ്ട് സ്ട്രോങ് ആയതുകൊണ്ട് നീഡിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഫോഴ്സ് നല്ലോണം കൊടുത്താലാണ് നീഡിൽ കയറി പുറത്ത് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കൈയുടെ ടിപ്സ്, ഈ ഫിംഗർ ടിപ്സിന് വേദന എടുക്കും. അപ്പം അത് കുറയ്ക്കാനായിട്ട് വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുത്തി പൊക്കുന്നതിന് പകരം ഇവിടെ താത്തിയിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ താഴത്തേക്കൂടെ നീഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പൊക്കുവാണെങ്കിൽ, ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ വേദനകൾ നമുക്ക് മാറ്റാം. പക്ഷെ എന്നാലും കൈ 2-3 വട്ടം അപ്പോൾ വലിക്കുന്നത് കൂടുതലാകും. ഇങ്ങനെ താഴത്തേക്കൂടെ കൊണ്ടുപോകുന്നത് കൂടുതലാകും. ഇങ്ങനെ ചെയ്യാം. ആദ്യം ലേസി തയ്ച്ചു, എല്ലാവർക്കും അറിയായിരിക്കും. ഈ ലേസി തന്നെ നമ്മളൊന്ന് അടുപ്പിച്ച് തയ്ക്കുമ്പോഴാണ് ഈ ഒരു ഫ്ലവർ പെറ്റിൽ വരുന്നത്. ഒരു 3 ലേസി അടുപ്പിച്ച് തയ്ക്കുകയാണ്. അടുത്തത് വന്നപ്പം ഇതിൻ്റെ ഈ കർവിൻ്റെ ഷേപ്പിലാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ. അടുത്തത് വന്നപ്പം നീളം കുറവാണ്. ആദ്യം തയ്ച്ചതിൻ്റെ അത്ര നീളത്തിലല്ല നമ്മൾ തയ്ക്കുന്നത്. വന്നിട്ട് ഇങ്ങോട്ടേക്ക് എല്ലാം ടിപ്പ് ജോയിൻ ചെയ്യുന്നത്, മേളത്തെ ടോപ്പ് ടിപ്പ് ജോയിൻ ചെയ്യുന്നത് സെയിം പോയിന്റിലായിരിക്കും. വീണ്ടും താഴെ അതേ പോയിന്റിൽ തന്നെ എടുക്കുക. സെയിം പോയിന്റിൽ കുറച്ച് താഴെയായിട്ട് നമ്മൾ എടുക്കുന്നു. എന്നിട്ട് സെയിം പോയിന്റിൽ ടോപ്പിലും സെയിം പോയിന്റിൽ നമ്മൾ താത്തണം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ റെഡി ആവുന്നത്. അപ്പം അതുപോലെ ബാക്കിയത്തെ എല്ലാ പെറ്റലും നമുക്ക് ചെയ്യാം. അടുത്ത പെറ്റൽ ഇതുപോലെ തന്നെ നമ്മൾ ഈ പെറ്റൽ തയ്ച്ചതിൻ്റെ അത്രയും നീളത്തിൻ്റെ ലേസി തയ്ക്കണ്ട, അതിൻ്റെ കുറച്ച് താഴെയായിട്ടെന്ന് വെച്ചാൽ ബാക്കി സ്റ്റെം ആ നീണ്ട പോയിൻ്റാണ്. ബാക്കിയത്തെ പോർഷനിൽ നമ്മൾ വരച്ച പോർഷനിലോട്ട് ഈ നീണ്ട ഇതാണ് തയ്ക്കുന്നത്. വരയ്ക്കുന്നതെന്നല്ല, തയ്ക്കുന്നത്. അപ്പം അങ്ങനെ ആദ്യം തയ്ച്ചു. രണ്ടാമത്തേത് ഈ പെറ്റൽ ഈ ഡിസൈൻ തയ്ക്കുമ്പോൾ 3 തയ്ക്കുന്നുണ്ട്, അതും 6 strands ഇട്ട്. അപ്പോൾ ഒരു പെറ്റൽ പെട്ടെന്ന് ഫില്ലായി പുറത്തോട്ട് വരും. അതുകൊണ്ട് ഈ പെറ്റലിൻ്റെ ഡിസ്റ്റൻസിങ് നോക്കിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഒത്തിരി അടുപ്പിച്ച് പെറ്റൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൺജസ്റ്റഡ് ആയി പോകും ഫ്ലവർ. അപ്പോൾ ഇതുപോലെ വീണ്ടും ഇതെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മേളിലോട്ട് തന്നെ ജോയിൻ ചെയ്യാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും നമ്മൾ ചെയ്യണം. ഇത് ഡബിൾ ഷെയ്ഡ് ഇട്ട് തയ്ച്ചേക്കുന്ന ഇടയ്ക്ക് വൈറ്റ് ഇടയ്ക്ക് പിങ്ക് വരുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയാണ്. അങ്ങനെ ഡബിൾ ഷെയ്ഡ് ഇട്ട് തയ്ക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ തയ്ക്കുമ്പോൾ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഇട്ട് തയ്ക്കുക, അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡ് ത്രെഡ് ഇട്ട് തയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ നമുക്ക് കിട്ടും. കണ്ടോ? അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ ബാക്കിയത്തെ 3 പെറ്റൽസും കൂടെ, നമുക്ക് 5 പെറ്റലാണ് ഒരു ഫ്ലവറിലുള്ളത്, 3 പെറ്റൽസും കൂടെ നമുക്ക് ഫില്ല് ചെയ്ത്. അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്തൊരു ഫ്ലവർ പാറ്റേൺ ആണ് ഇത്. നെക്ക് പോർഷനിൽ വന്ന ഒരു ഡിസൈനാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു A4 സൈസിൻ്റെ ഒരു നീളമുള്ള ഒരു ഡിസൈനാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ച് ട്രൈ ചെയ്യുക. ലേസി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതൊന്ന് അടുപ്പിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പാറ്റേണിലുള്ള ഫ്ലവർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.